അങ്ങനെ ബാസ ബോർഡ് ഇനിഗോ മാർട്ടിനസിന്റെ കോൺട്രാക്ട് റിന്യൂവൽ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. 1 ഇയർ കോൺട്രാക്റ്റ് ആണ് ബാസ ബോർഡ് കൊടുത്തിരിക്കുന്നത്. അതായത് 2026 സമ്മർ വരെ പ്ലെയർ ബാസയിൽ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു 2025 ഈ ഒരു പ്ലെയറിന്റെ നിലവിലുള്ള കോൺട്രാക്ട് അവസാനിക്കുന്നത്. അപ്പോൾ ആ ഒരു കോൺട്രാക്ട് അവസാനിച്ചതിന് ശേഷം ബാസ വീണ്ടും ഈ ഒരു താരത്തെ ലാലിഗയിൽ രജിസ്റ്റർ ചെയ്യും. അപ്പോൾ രജിസ്ട്രേഷനിൽ യാതൊരു രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടാവില്ല എന്നത് ഇപ്പോൾ ഏറെക്കുറെ കൺഫേം ആണ്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് വിക്ടർ റോക്കയുടെ എക്സിറ്റ് ആയിരുന്നു. അപ്പോൾ വിക്ടർ റോക്കെ എന്ന് പറയുന്ന താരം ഈ കഴിഞ്ഞ സമ്മറിലാണ് ലോൺ ഡീൽ വഴി റയൽ ബെറ്റിസ് മൂവ് നടത്തിയത്. പക്ഷെ ആ ഒരു മൂവിൽ വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് പ്ലെയറിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ ലാലിഗയുടെ വിന്റർ ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ആയതിനു ശേഷമാണ് ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള പാവമേരാസിൻ്റെ ഭാഗത്ത് ഒരു ഓഫർ വരുന്നത്. അപ്പോൾ അവരുടെ ട്രാൻസ്ഫർ മാർക്കറ്റ് ഫെബ്രുവരി 28 വരെ ഉള്ളതുകൊണ്ട് അവർ ലേറ്റ് ആയിട്ടാണ് ആ ഒരു ഓഫർ മുന്നോട്ട് വെച്ചത്. അപ്പോൾ ബാസയെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഓഫർ ആയതുകൊണ്ട് ബാസ ആ ഒരു ഡീൽ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരുന്നു. കാരണം ബാസ ഒരു വിക്ടർ റോക്കയുടെ പേരിൽ ഏകദേശം 30 മില്യൺ യൂറോസാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള 31 മില്യൺ യൂറോസ് എന്ന് പറയുന്നത് ആഡ് ഓൺസ് മാത്രമാണ്. അതിന് പ്ലെയർ ബാസക്ക് വേണ്ടി കളിക്കണം. എന്തായാലും പ്ലെയർ ബാസക്ക് വേണ്ടി കളിക്കാത്തത് കൊണ്ട് ബാസക്ക് ആകെ നഷ്ടമായിട്ടുള്ളത് വെറും 30 മില്യൺ യൂറോസാണ്. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിന് അടുത്തുള്ളൊരു ഓഫറായിട്ടാണ് ഈ ഒരു പാമരാസ് വന്നിട്ടുള്ളത്. അതായത് ഏകദേശം 25.5 മില്യൺ യൂറോസിൻ്റെ ഒരു ഫിക്സ്ഡ് എമൗണ്ടും 5 മില്യൺ യൂറോസിൻ്റെ ഒരു ആഡ് ഓൺസ് ആയിട്ടാണ് അവർ വന്നത്. അപ്പോൾ ഇവിടുത്തെ മെയിൻ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാസ ഈ ഒരു ലോൺ ഡീൽ ബ്രേക്ക് ചെയ്യണം. വിക്ടർ റോക്കയുടെ ലോൺ ഡീൽ ബ്രേക്കും ചെയ്യണം. അതേപോലെ തന്നെ ഈ ഒരു പ്ലെയറെ ലാലിഗയിൽ വീണ്ടും രജിസ്റ്റർ ചെയ്യണം ബാസ പ്ലെയറായിട്ട്. എന്നാൽ മാത്രമേ ഈ ഒരു ട്രാൻസ്ഫർ നടക്കത്തുള്ളൂ. പക്ഷേ ട്രാൻസ്ഫർ വേണ്ടി ക്ലോസ് ആയതുകൊണ്ട് ബാസക്ക് ഈ ഒരു ഡീല് പുൾ ചെയ്യാൻ പറ്റുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ബാസ ആദ്യം തന്നെ ചെയ്തു വെച്ചത് ഈ ഒരു റയൽ ബെറ്റിസ് ആയിട്ട് ഒരു നെഗോസിയേഷൻ നടത്തിയിട്ട് വിക്ടർ റോക്കയുടെ ആ ഒരു കോൺട്രാക്ട് ബ്രേക്ക് ചെയ്യുക എന്നതായിരുന്നു. അപ്പോൾ കോമ്പൻസേഷനായിട്ട് റയൽ ബെറ്റിസ് പണമല്ല ചോദിച്ചത്, പകരം മുൻ ബാസ താരമായിട്ടുള്ള ആബ്ഡയുടെ ഫ്യൂച്ചർ സെയിലിലെ റൈറ്റ് സൈഡിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തണമെന്നായിരുന്നു റയൽ ബെറ്റിസിൻ്റെ ഡിമാൻഡ്. അതായത് ഇത്രയും നാളും റയൽ ബെറ്റിസിന് ഈ ഒരു പ്ലെയറിൻ്റെ ഫ്യൂച്ചർ സെയിലിൽ 50% റൈറ്റ്സ് ആണ് ഉണ്ടായത്. അത് 80% റൈറ്റ്സ് ആക്കി മാറ്റണമെന്നായിരുന്നു റയൽ ബെറ്റിസിൻ്റെ ഡിമാൻഡ്. അത് ബാസ അക്സെപ്റ്റ് ചെയ്തു. അതായത് റയൽ ബെറ്റിസ് ഭാവിയിൽ ആബ്ഡയെ സെല്ല് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സെയിലിലെ 20% റൈറ്റ്സ് മാത്രമായിരിക്കും ബാസക്ക് ഉണ്ടാവുക. അതുകൂടാതെ ചില റൂമേഴ്സൊക്കെ പറയുന്നത് ഇരപ്പാവ് വിക്ടർ എന്ന് പറയുന്ന താരത്തെ നെക്സ്റ്റ് സമ്മറിൽ ലോൺ ഡീൽ വഴി റയൽ ബെറ്റിസിലേക്ക് നൽകണമെന്നൊരു ഡിമാൻഡ് റയൽ ബെറ്റിസ് മുന്നോട്ട് വെച്ചെന്നൊക്കെയാണ്. അത് എത്രത്തോളം ശരിയാണെന്ന് പറഞ്ഞൂടാ, എന്തായാലും അങ്ങനത്തെ ഒരു റൂമറുണ്ട്. ഇപ്പോൾ പണത്തിന് പകരമായിട്ട് ഈ രീതിയിലുള്ള ഡിമാൻഡ്സ് ആണ് റയൽ ബെറ്റിസ് മുന്നോട്ട് വെച്ചത്. ബാസ അത് അക്സെപ്റ്റ് ചെയ്തു എന്നൊക്കെയാണ് റൂമേഴ്സ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ട് വിക്ടർ റോക്കയുടെ ആ ഒരു റയൽ ബെറ്റിസ് ലോണ് അവസാനിച്ചു. പക്ഷെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു പ്ലെയറെ നമുക്ക് ലാലിഗയിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ട്രാൻസ്ഫർ മാർക്കറ്റ് ക്ലോസ് ആയിരുന്നു. അപ്പോൾ ബാസ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഫയുടെ സഹായം തേടി, അങ്ങനെ ഫിഫയുടെ ഒരു റൂൾ പ്രകാരം വിക്ടർ റോക്കെ ടു പാമരാസ് എന്ന് പറയുന്നത് പെർമനൻ്റ് ആയിട്ട് ബാസ നടത്തി. പിന്നെ അതുമാത്രമല്ല പ്ലെയറിൻ്റെ ഫ്യൂച്ചർ സെയിലിൻ്റെ 20% റൈറ്റ്സ് ബാസ സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു ഡൗട്ട് എന്ന് പറയുന്നത് നമ്മൾ എന്തിനാണ് ഇത്ര എഫേർട്ട് ഇട്ടിട്ട് ഒരു വിക്ടർ റോക്കേനെ സ്വന്തമാക്കാൻ റെഡി ആയത്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഡെക്കോ മുന്നോട്ട് വെക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും വിക്ടർ റോക്കയുടെ ഈ ഒരു എക്സിറ്റ് നടന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു ഇനിഗോ മാർട്ടിനസിൻ്റെ ലാലിഗ രജിസ്ട്രേഷൻ നടത്താൻ പറ്റുമെന്നത് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം അവിടെ ലെവൻഡോസ്കിയുടെ കോൺട്രാക്ട് റിന്യൂവലിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് വരും. അതായത് 2026 വരെയുള്ളൊരു കോൺട്രാക്ട് റിന്യൂവൽ ബാസ നടത്തിയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു അനൗൺസ്മെൻ്റ് ആയിരിക്കും വരിക. അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ ഈ ഒരു വിക്ടർ റോക്കെ ഡീലിലൂടെ ആയിരിക്കും നടക്കുന്നതാണ് തോന്നുന്നത്. എന്തായാലും നെക്സ്റ്റ് സമ്മറിൽ നമ്മളിപ്പോൾ കോൺട്രാക്ട് റിന്യൂവൽ നടത്തിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ലാലിഗ രജിസ്ട്രേഷൻ നടക്കുക എന്നത് കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ പുതുതായിട്ട് വരുന്ന താരങ്ങളുടെ രജിസ്ട്രേഷനിൽ മാത്രമേ പ്രശ്നങ്ങളും കാര്യങ്ങളും വരുന്നുള്ളൂ. അതെങ്ങനെയാണ് ബാസ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് എല്ലാം കണ്ടു അറിയാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ. ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.